നാട് മൊത്തം മഴയും വെള്ളം കയറുന്ന വിഷയങ്ങളൊക്കെയാണ്. സോ എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദ പൂക്കി എയറിലാണ്. ഇങ്ങേരിഞ്ഞ് എന്ന് താഴെ ഇറങ്ങും എന്നുള്ളത് കണ്ടറിയണം. ഹെലികോപ്റ്റർ, തുലാഭാരം, അത്താഴം, ഇനാഗുറേഷൻ ഇങ്ങനെ നീണ്ടു പോവാണ്. നാടൊട്ടുക്ക് മഴ കൊണ്ട് പൊറുതിമുട്ടി നാട്ടുകാർ മഴക്കെടുതിയിൽ വലഞ്ഞു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ത് പറയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആക്ച്വലി നാട് ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. കാരണം ഈ ഒരു ഗവൺമെൻറ് വന്നത് മുതൽ മുഖ്യമന്ത്രി ദ പൂക്കി ഏത് രീതിയിലാണ് ജനപ്രിയനായത് എന്നുള്ളത് നമുക്കറിയാം. ചിരി, ഇവിടെ ഇപ്പോൾ ചിരിച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി ആളുകളെ ലീഡ് ചെയ്യണം, ആളുകൾക്ക് സേഫ്റ്റി അഷ്വയർ ചെയ്യണം. അല്ലാതെ അത്താഴം കഴിച്ച് ഹെലികോപ്റ്ററിൽ പോയി ഇനാഗുറേഷൻ ചെയ്ത് തുലാഭാരം തൂങ്ങി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതില്ല. അപ്പോൾ ആ കാര്യങ്ങളും വിഷയങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഒരു ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അത് സച്ചേത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നാഷണൽ ഡിസാസ്റ്റർ അലേർട്ട് ആപ്പാണിത്. ഈ ആപ്പ് നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയനിൽ വരുന്ന, നിങ്ങളുടെ ലൊക്കേഷനിൽ വരുന്ന എല്ലാ അലേർട്ടുകളും, ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ വിഷയം എന്താ, നമുക്കൊരു തരത്തിലുള്ള വാർണിങ്ങും അലേർട്ടുകളും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു മേജർ കൺസേൺ. ഓക്കെ, മഴക്കാലമാണ്. സോ ഇപ്പോൾ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാവുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് എത്ര വിൻഡ്, ഏത് രീതിയിലുള്ള മഴ പെയ്യും, എത്ര ഇൻറ്റൻസിറ്റി പെയ്യും, ഇതിനെക്കുറിച്ചിട്ടോ നമുക്ക് ഒരു അലേർട്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും മൊബൈലുണ്ട്. ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മഴക്കാലത്ത് ഇതൊന്ന് ചെക്ക് ചെയ്യുക. എന്നും രാവിലെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക, വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്, നമ്മുടെ റീജിയനിൽ എന്തായിരിക്കും എന്നുള്ളത്. അതിന് ഈ ഒരു ആപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് പറഞ്ഞ് കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ ഹെലികോപ്റ്റർ സ്കാം മുതൽ തുടങ്ങേണ്ടി വരും. ഈ ഹെലികോപ്റ്റർ സ്കാമാണ്. ഓക്കെ, സംഗതി ശരിയാണ്. ഓർഗൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു പക്ക സ്കാമാന്നുള്ളത് വളരെ എവിഡൻ്റ് ആയതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ഓക്കെ, ആ സ്കാം അതുപോലെ എടുത്തു വെച്ച് ഈ പറഞ്ഞ വി.ഡി. സതീശൻ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുമോ, അതോ ഇതിൻ്റെ പരിപാടികൾ പുതുക്കാതെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ആദ്യം മുതൽ പറയാം, ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ മഴക്കെടുതിയാണ്, വെള്ളം കയറുന്നതാണ്. നമ്മുടെ 2018 പ്രളയം നമുക്ക് മറക്കാൻ പറ്റില്ല. സമാനമായ സാഹചര്യമാണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് സമാനമായ സാഹചര്യമാണ് എന്ന് ഈ കെടുതിയിൽപ്പെട്ടവർ കൃത്യമായി പറയുന്നുണ്ട്. ഇതിന്ന് ദുരവസ്ഥ അനുഭവിക്കുന്ന ഓരോ മനുഷ്യരും ആ പേടിയിലാണ്. ഇത് 2018 അതിൽ കൂടുതലോ ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടി. 2018 പ്രളയമൊക്കെ ഉണ്ടായി, അതൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത സമയം മുതൽ പല രീതിയിലുള്ള സ്റ്റഡികൾ, പല രീതിയിൽ നമ്മളെ ഇനിയൊരു പ്രളയം വന്നാൽ അതിജീവിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിക്ക് ഇതിൻ്റെ പഠനങ്ങളൊക്കെ നടന്നതായിട്ടൊക്കെ നമുക്കറിയാം. അതിനുവേണ്ടി കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് വിട്ടേ പോയി അങ്ങേര് റൂം ഫോർ റിവറോ റിവർ ഫോർ റൂമോ എന്തോ ഒരു സാധനം പഠിക്കാൻ വേണ്ടി പോയതിൻ്റെ വിഷ്വൽസൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ എന്തായി? ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. വർഷം കുറേയായി. ഇപ്പോഴും റൂമിനകത്ത് റിവർ കയറി പോയിക്കൊണ്ടിരിക്കുക മലയാളികൾക്ക്. ഇതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ഇനി വി.ഡി. സതീശൻ വരുമ്പോൾ ഇതിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇവരിപ്പോൾ കയറിയിട്ടേ ഉള്ളൂ, കണ്ടറിയണം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഓക്കെ, ഒരു പ്രതീക്ഷ, കാരണം ഇവർ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ചെയ്ത് കൂട്ടുന്നത് തന്നെ എമ്പാടും ആവുന്നുണ്ട്. പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഞാൻ ഇനി പറയൂ. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ മുതലാണ് കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷേ അത് ഇനിയും നീണ്ടുപോകും ഈ വീഡിയോ എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു തുടക്കം നിങ്ങൾ മനസ്സിലാക്കാൻ. റൂം ഫോർ ദ റിവർ, റിവർ ഫോർ ദ റൂം. നെതർലാൻഡോ ആംസ്റ്റർഡാമോ എവിടെയോ പോയി പഠിച്ചിട്ട് വന്നതാണ് ഇങ്ങേര്. സംഗതി ഒന്നും നടപ്പായില്ല. ഇനി ഇതൊന്നും പഠിക്കണ്ട. വി.ഡി. സതീശൻ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യൂ, തോടുകൾ വൃത്തിയാക്കുക, റിവർ ബെഡിലുള്ള മാലിന്യങ്ങൾ എടുത്ത് കളയുക,
റിവർ ബെഡിൻ്റെ ആഴം കൂട്ടുക, പുഴകളിൽ മണ്ണ് വാരിയിട്ടാണെങ്കിൽ മണ്ണ് വാരിയിട്ട് എന്ത് ചെയ്യുക, ഡെപ്ത് കൂട്ടുക, അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ക്ലീൻ ആക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് ഫ്രീ ഫ്ലോ ആയിട്ട് നദികൾ ഒഴുകും. ഇനി എന്തെങ്കിലും രീതിയിലുള്ള എൻക്രോച്ച്മെൻറ്റുകൾ ഉണ്ട് നദിയുടെ സ്വൈരമായ ഒഴുക്കിന്, അല്ലെങ്കിൽ തോടിൻ്റെ വാട്ടർ ബോഡീസിൻ്റെ ഒക്കെ സ്വൈരമായ ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എൻക്രോച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ച് സംഗതി ക്ലീൻ ആക്കിയിട്ട് നദികളും തോടുകളും ഒക്കെ ഒഴുകാനുള്ളൊരു ഫെസിലിറ്റി മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കണം. അതെങ്കിലും ചെയ്യണം. ഓക്കെ, കാരണം ജനങ്ങൾ 10 വർഷം മറ്റത് പൊറുതി മുട്ടിയിട്ടാണ് നിങ്ങളെ കയറ്റി വിട്ടത്. 1 മാസം കൊണ്ട് വെറുപ്പിച്ച് കയ്യിൽ തരുന്ന പരിപാടികൾ എടുത്തു വെക്കരുത് എന്ന് പറയാനുള്ളൂ. ഇനി വി.ഡി. സതീശൻ്റെ ഈ പറഞ്ഞ ഹെലികോപ്റ്റർ കോൺസ്പിറസി അല്ല, ഹെലികോപ്റ്റർസ് എന്താ പറയുക, കോണ്ടൻറ്റ്, ഇത് ആക്ച്വലി കോൺസ്പിറസി എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം എന്താ പറയുക, വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ഈ ഹെലികോപ്റ്ററും കൊണ്ടുപോയത് ഭാര്യാപിതാവിനെ ചികിത്സയിൽ കിടക്കുന്ന സമയത്ത് കാണാനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും അവർ തന്നിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരുപാട് പേര്, ഓക്കെ, പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞത് ഇത് പോയത് ചികിത്സയിലുള്ള ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാണ്. പക്ഷെ ന്യൂസുകളിൽ നിന്ന് മനസ്സിലായത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തി, പക്ഷേ പിന്നെ റോഡ് വഴിയാണ് പോയി ഭാര്യാപിതാവിനെ കണ്ടത്. 2 വട്ടം ലാൻഡ് ചെയ്യാൻ നോക്കിയിട്ട് അത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കൊച്ചിയിലെത്തി. എന്നാൽ കാലാവസ്ഥ മോശമാണെന്ന് കണ്ട് തിരിച്ചു പറന്നു. പിന്നീട് ഉച്ചയ്ക്ക് 1:30 മണിയോടെ കൊച്ചിയിലേക്ക് വീണ്ടും പറന്നിറങ്ങി. എന്നാൽ തിരക്കിട്ട ഔദ്യോഗിക പരിപാടികൾക്കല്ല, മറിച്ച് ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി വിമാനത്തിൽ വന്നതെന്ന് ഇടത് നേതാക്കളുടെ വിമർശനം. ഓക്കെ, ഔദ്യോഗിക പരിപാടിക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ ഔദ്യോഗിക പരിപാടി അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എന്ത്, അതായത് റോഡ് വഴി ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കോൺവോയ് ഒക്കെ എടുത്ത്, അത് കോൺവോയ് ഒക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ റോഡിലൊരു മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് അതിൻ്റെതായ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. റോഡ് വഴി വന്ന് ആ ഒരു സമയം ലാഭിച്ച് വന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഏത് തരം മീറ്റിംഗ് ആണ് അന്നേ ദിവസം കൊച്ചിയിൽ നടന്നതെന്നുള്ളത് നമുക്കറിയണം. എന്താണെങ്കിലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെ ഭാര്യയുടെ അച്ഛനെ ചികിത്സയ്ക്ക് കിടക്കുമ്പോൾ അത് കാണാൻ വേണ്ടി വരാൻ വേണ്ടി മാത്രം ഹെലികോപ്റ്റർ എടുത്തു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയണം. ഇതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ള ആൻസർ CM അല്ലെങ്കിൽ CMൻ്റെ ഓഫീസ് തന്നേ പറ്റൂ. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ഹെലികോപ്റ്ററിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ഏറ്റവും കൂടുതൽ ഈ സ്കാമിനെ കുറിച്ച് സംസാരിച്ചതും ഈ പറഞ്ഞ വി.ഡി. സതീശനാണ്. അപ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ആവശ്യത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് ഹെലികോപ്റ്റർ എടുത്തിട്ടുള്ള ഈ പ്രഹസനം വി.ഡി. സതീശൻ കാണിക്കാൻ മുതിരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി എതിർക്കേണ്ടതാണ്. ആ ചെയ്തിക്ക് എന്താണെങ്കിലും നാട്ടുകാരൊരു വിലയിടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ ഇത് ഞാൻ പറഞ്ഞുള്ളൂ, ഇതൊരു കൈൻഡ് ഓഫ് കോൺസ്പിറസി പോലെ നിൽക്കുന്നൊരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്തത് സൽക്കാരം. പൊന്നാനിയിൽ വെച്ച് നടന്ന സൽക്കാരത്തിൻ്റെ വിഷയം. ഒന്നാമത്തെ കാര്യം, മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. മനുഷ്യന് ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ പിണറായി വിജയനാണെന്നുണ്ടെങ്കിലും പല ദുരന്തങ്ങൾ വന്ന സമയത്തും കേരളത്തിൻ്റെ മുന്നിൽ ലീഡറായിട്ട് നിന്ന് ഞാനാണ് ക്യാപ്റ്റൻ കപ്പിത്താൻ എന്ന് പറഞ്ഞ് നിന്ന സമയത്ത് അയാൾ നിരാഹാര സമരം ചെയ്തിട്ടോ അല്ലെങ്കിൽ നിരാഹാരം കിടന്നിട്ടോ ഒന്നും അല്ലല്ലോ ഈ പറഞ്ഞ ഞാനിതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞത്. ഭക്ഷണം കഴിച്ചു കാണും, 3 നേരം എന്താണെങ്കിലും ഭക്ഷണം കഴിച്ചു കാണും. ഭക്ഷണം കഴിക്കാതെ ആരും പട്ടിണി കടന്നിട്ടൊന്നും നിരാഹാരം കടന്നിട്ടൊന്നും നാടിനെ രക്ഷിക്കാൻ പോകുന്നില്ല. അങ്ങനെ പിണറായി വിജയൻ ചെയ്തു എന്ന് എൻ്റെ അറിവിലില്ല. ഒരു നേതാക്കന്മാരും ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ആവശ്യത്തിനല്ലാതെ ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയ്യോ എൻ്റെ ഉറക്കം കളഞ്ഞ് ഞാൻ എൻ്റെ ഭക്ഷണവും വെള്ളമൊക്കെ ഒഴിവാക്കി ഞാൻ നാടിനെ രക്ഷിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഇറങ്ങുമോ? അങ്ങനെയൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല. പിണറായി വിജയനാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഭക്ഷണമൊക്കെ കഴിച്ചിപ്പോൾ വി.ഡി. സതീശനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ, അത് ഇനി ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു. പക്ഷേ അവിടുത്തെ പക്ഷേ എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ഇത് ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒരുപാട് PR ആയില്ലേ, ഒരുപാട് PR പണിയായി, ഒരുപാട് PR പരിപാടികൾ കണ്ടു. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇനി ഈ PR ഒരളവ് അല്പം കുറച്ചില്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ബാക്ക് ഫയർ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, വളരെ വൃത്തിക്ക് മുഖ്യമന്ത്രി തന്നെ പറയണം, ഞാൻ പോകുന്ന ഇതേപോലുള്ള
ചടങ്ങുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടെവർ എന്തിനു പോയതാണെന്നുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടോ ഇതൊന്നും ഇടരുത് എവിടെയും. ഇട്ട് കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളും ക്രിറ്റിസിസവും വരും. കാരണം 10 വർഷം അങ്ങോട്ട് കൊടുത്ത ക്രിറ്റിസിസം ഇങ്ങോട്ടും തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഏത് സമയത്ത് എങ്ങനെയെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ പറയല്ലോ, സൽക്കാരത്തിന് പോകാൻ ഭക്ഷണം കഴിക്കാം, അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലിട്ട് അതൊരു വേറെ രീതിയിൽ ഇവിടെ നാട് വലിയൊരു വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓണസമയത്ത് ആളുകൾ ഷോപ്പിലൊക്കെ കരുതിയിട്ടുള്ള അവരുടെ സെയിൽസിന് വേണ്ടിയിട്ടും ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളടക്കം മൊത്തത്തിൽ മുച്ചൂടും മുടിഞ്ഞ് നാട് മൊത്തം വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് അവരിനി നാളുകളിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്നത് പോലെയുള്ള വിഭവങ്ങളും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ബിസിനസ് എന്താവും, ജീവിതം എന്താവും എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നാട്ടുകാരുടെ മുന്നിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രിയുടെ ചിക്കൻ ലെഗ് പീസിൻ്റെ അത്താഴ വീഴുന്നതാണ്. അതങ്ങനെ കൊണ്ടുപോയി ഇടുമ്പോൾ ആ PR പാളും. മനസ്സിലായോ? ഇവിടെ എല്ലാ PR പോലും ഈ സാധനം വർക്കാവൂല. അപ്പോൾ PR എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നൊക്കെ മാറി ഇനി റിയാലിറ്റിയിലേക്ക് വരണം. കുറച്ചും കൂടി ടേംഡായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. ഇല്ലെങ്കിൽ പൂക്കി ഹെലികോപ്റ്ററിൽ തൂങ്ങി കറങ്ങും, ഉറപ്പാണ് ആ കാര്യം. ഓക്കെ, അപ്പം മനുഷ്യന് ഭക്ഷണം കഴിക്കുന്നതൊന്നും ഒരു സീനില്ല, അത് ചോദ്യം ചെയ്യുന്നതൊന്നുമല്ല. ബട്ട് ഈ സമയത്ത് ഇതേപോലെയുള്ള വിഷ്വൽസ് എടുത്ത് പുറത്തിടുന്നതും ഇത് അന്തം വിട്ട പ്രവർത്തകരോടും കൂടിയാണ് കോൺഗ്രസ്സുകാരോട് പറയുന്നത്. അയാൾ പറഞ്ഞില്ലോ അയാൾ അറിഞ്ഞില്ലോ എന്നൊന്നുമല്ല, നിങ്ങൾ ചെയ്തിട്ടാണെങ്കിലും അയാൾ ഏറെ പോവും. ഓക്കെ, അപ്പം ആ പരിപാടികൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതങ്ങനെ തുലാഭാരമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഓരോരോ മനുഷ്യന്മാരുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ സാധനം പിന്നെ ആ ഒരു ഏരിയ ആണല്ലോ. അതുകൊണ്ട് തുലാഭാരത്തേക്ക് ഞാൻ വരുന്നില്ല, പറഞ്ഞ് മടുത്തതാണ്. ഓക്കെ, അടുത്തത് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തോന്നാണ് ഈ ഇനാഗുറേഷൻ? എന്താണ് ഈ ഇനാഗുറേഷൻ? ഇതിൻ്റെ റെലവൻസി എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രി ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോഗ്രാമാണ് ഇനാഗുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക നുണയായിരിക്കും. മനസ്സിലായോ? അത് നൊണേഷൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുന്ന സാധനമായിരിക്കും. അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം ഒരു സിനിമ നടനടക്കം ധ്യാൻ ശ്രീനിവാസനടക്കം വന്നൊരു പ്രോഗ്രാം, പിന്നെയും കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്. കേരളം വെള്ളത്തിൽ മുങ്ങി നിൽക്കും. നാട്ടുകാർ എന്ത് ചെയ്യും, ഇനി എന്ത് അപ്ഡേറ്റ് വേണം, ഏത് രീതിയിൽ ഇതിന് ഏകോപനം വരും, നഷ്ടപരിഹാരം കിട്ടുമോ എന്നൊക്കെ അറിയാൻ മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളത് അവർ പ്രതീക്ഷിച്ച് നിൽക്കുക. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്താണ് അടുത്ത് ചെയ്യാൻ പോണെന്നുള്ളത് ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുമ്പോൾ മൂപ്പര് സുഖമായി ഇറങ്ങി ഒരു കട ഉദ്ഘാടനം ചെയ്യാം. ഇത് മാറ്റി വെച്ചൂടെ? അത്താഴം മാറ്റി വെക്കണമെന്നോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു, ഇത് മാറ്റി വെച്ചൂടെ? ഇത് മാറ്റി വെക്കാമായിരുന്നു, മാറ്റി വെക്കേണ്ടതാണ്. കാരണം ഇതൊരു ആഘോഷമാണ്, ഇതൊരു ചടങ്ങാണ്. വളരെ മാന്യമായിട്ട് പറഞ്ഞു മാറാവുന്നൊരു കാര്യമുള്ളൂ. അത് പറഞ്ഞാൽ കടക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യും, ആർക്കാണെങ്കിലും മനസ്സിലാവും. കാരണം ഇന്ന് കേരളം ഇത്രയും ദുരിതത്തിലൂടെ, അതും 8 or 9 മരണം നടന്നിട്ടുണ്ട്. ആ മരണത്തിനെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ സാധനം ചെയ്യേണ്ടിയിരുന്നു. അത് CM ചെയ്തിട്ടില്ല. VD സതീശൻ അത് ചെയ്യാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻറ്റിംഗ് ആണ്. മഹാദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം പരിപാടിയായിപ്പോയി. ഇതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇതേപോലുള്ള പരിപാടികൾ ഇനിയും പിടിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രി കുറച്ച് വേർക്കും, ഈ ഗവൺമെൻറ്റും കുറച്ച് വേർക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു ഹെലികോപ്റ്ററിലേക്ക് വരാം. ഈ ഹെലികോപ്റ്റർ സ്കാം തുടങ്ങി വെച്ചത് പിണറായി വിജയനാണോ? കേരളത്തിന് ഇനി ഇങ്ങനത്തെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ കൊണ്ട് നല്ലത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ഒരു ഹെലികോപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഡിസാസ്റ്റർ നടന്ന സ്ഥലങ്ങൾ ചുറ്റിക്കാണാനും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലത്തെ പരിപാടികൾക്ക് ഇതിൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം ഇതിന് ഇപ്പോൾ ഉപയോഗിച്ചത് നമ്മുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ ഓർഗൻ ട്രാൻസ്പോർട്ടേഷന് ഈ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഒരു ഹെലികോപ്റ്റർ അത്യാവശ്യമാണ് ഒരു സ്റ്റേറ്റിനുണ്ടെങ്കിൽ അത് കാശ് കൊടുത്ത് സ്റ്റേറ്റ് വാങ്ങണം. അല്ലാതെ ഇതാരാൻ്റെ പശുവിനെ തൊഴുത്ത് കൊടുന്ന് കെട്ടിയിട്ട് ആ പശുവിനേക്കാൾ ഇരട്ടി പൈസ ചിലവാക്കി ആ പശുവിനെ തീറ്റിപ്പോറ്റി നോക്കി ലാസ്റ്റ് ആ പശുവിനെ അങ്ങനെ ചിലപ്പോൾ ഉപയോഗിക്കും, ചിലപ്പോൾ കറക്കും, ചിലപ്പോൾ കറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ ആർക്കാ നഷ്ടം, ആർക്കാ ലാഭം?
ഇത് അതുപോലൊരു സ്കാം പരിപാടിയായിരുന്നു ഈ പറഞ്ഞ ഹെലികോപ്റ്റർ. ഓക്കെ, അത് മറുനാടനിൽ ഇപ്പോൾ അടുത്ത ആരോ അങ്ങോട്ട് വിവരാവകാശം കൊടുത്ത് വന്ന ഡീറ്റെയിൽസ് അടക്കം പറയുന്നുണ്ട്. തൽക്കാലം സംസ്ഥാന സർക്കാരിൻ്റെ കസ്റ്റഡിയിലുള്ള ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന് വാടക കൊടുക്കണം. ഒരു മാസത്തെ മിനിമം വാടക 80 ലക്ഷമാണ്. ഈ 80 ലക്ഷം വാടക കൂടാതെയാണ് പൈലറ്റിൻ്റെ കൂലിയും ഇതിൻ്റെ പാർക്കിംഗ് ചെലവും ഒക്കെ വേറെ കൊടുക്കേണ്ടത്. ഈ തുക ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം. എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസം 18-ാം തീയതി വരെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഇത് കൊടുത്തേ മതിയാവും. 10-20 കോടി കൊടുത്താൽ ഒരു ഹെലികോപ്റ്റർ കിട്ടുമായിരിക്കവേ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ കമ്പനിയിൽ നിന്നും എന്തിനു വേണ്ടിയാണ് കോടികൾ മുടക്കി ഇത് വാടകയ്ക്കെടുത്തത്? കഴിഞ്ഞ ദിവസം കോട്ടയംകാരനായ MD തോമസ് വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചപ്പോൾ സർക്കാർ കൊടുത്ത ഉത്തരവിൽ പറയുന്നത് 48 കോടി 40 ലക്ഷം രൂപ ഈ ഹെലികോപ്റ്ററിന് വേണ്ടി ഇതുവരെ ചെലവാക്കിയതാണ്. എന്ന് വെച്ചാൽ കുറഞ്ഞത് എല്ലാ സൗകര്യങ്ങളുമുള്ള 2 ഹെലികോപ്റ്ററുകൾ ഈ തുക കൊണ്ട് വാങ്ങാമായിരുന്നു. ഇതിൻ്റെ ഇനം തിരിച്ചുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട്. 2019-20 വർഷം 18 കോടി 20 ലക്ഷത്തി 12,648 രൂപയാണ് ചെലവാക്കിയത്. എന്ന് വെച്ചാൽ ഒരു മാസം കൊടുക്കേണ്ട 80 ലക്ഷം വാടക അത് ഒരു വർഷമായാൽ 8 കോടിയാവത്തുള്ളൂ. എന്നാൽ 18 കോടി 10 കോടി കൂടി അധികം കൊടുത്തു. 2021-22 4 കോടി 12 ലക്ഷത്തി 50,119 രൂപ. എന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ടത് പോലും ഉപയോഗിച്ചില്ല, പക്ഷേ പണം കൊടുത്തു. 2022-23 ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല. 23-24 3 കോടി 20 ലക്ഷം രൂപ. 24-25 12 കോടി 83 ലക്ഷത്തി 79,450 രൂപ. 25-26 8 ലക്ഷം രൂപ. ഇനി ഈ വകയിൽ 2 കോടി 40 ലക്ഷം രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. 48 കോടി 76 ലക്ഷത്തി 42,718 രൂപ. ഏതാണ്ട് 50 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ഹെലികോപ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ 50 കോടി രൂപ. എന്നാൽ അത് സ്റ്റേറ്റിന് സ്വന്തമാണോ? അല്ല. എന്നാൽ സ്റ്റേറ്റിൻ്റെ സ്വന്തമാക്കാൻ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ കാശിൽ നിന്ന് 2 എണ്ണം വാങ്ങാം. എന്നാൽ അത് വാങ്ങിയോ? ഇല്ല. ഇത് ആരാൻ്റെ പോക്കറ്റിക്ക് കാശ് തിരികെ കൊടുത്ത് ആരാ പോക്കറ്റിക്ക് കാശ് പോയി എന്നുള്ളത് നമുക്കറിയാൻ പാടുകൂടി. ആര് തീരുമാനിച്ചു ഇതിൻ്റെ ഈ പറഞ്ഞ എമൗണ്ട് എന്നുള്ളത്? അതങ്ങനെ ഒരു സ്കാമായിട്ട് നിൽക്കുന്നൊരു സാധനം. ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് VD സതീശനടക്കം പല കോൺഗ്രസ്സുകാരും ഘോരമായിട്ട് ഇതിനെക്കുറിച്ച് എതിർത്ത് വിമർശനങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ആ CM തന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ കട്ടും വെട്ടിച്ചും അവിടെ കൊണ്ടുവന്നിട്ടൊരു മുതലിൻ്റെ ഒരു പങ്ക് നിങ്ങളും പറ്റി എന്നുള്ളത് പറയേണ്ടി വരും സാർ. ഇത് ഈ പറഞ്ഞ ഭാര്യയുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയ സ്കീമിനാണ് ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ, പിന്നെയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ്, ഇവർക്കൊക്കെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഒഫീഷ്യൽ ചടങ്ങിന് പോയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് എൻ്റെ പാട്ടിൻ്റെ കാറിൽ പോയിട്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ അച്ഛനെ കണ്ടു എന്ന് നാളെ CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഡിഫെൻഡ് ചെയ്യും? പ്രത്യേകിച്ച് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഓക്കെ, കാരണം ആ ചടങ്ങ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാലേ നമുക്ക് ആ ചടങ്ങ് എന്ന് മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും ഹെലികോപ്റ്റർ വഴിയായി ബാക്കി പരിപാടികളൊക്കെ ഇപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹെലികോപ്റ്റർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി പറയാൻ ബാക്കിയിട്ട്. പിണറായി വിജയൻ ഇതിന് മുമ്പ് ഒരു ഹെലികോപ്റ്റർ, ഇതേ ഹെലികോപ്റ്ററിൽ വേറൊരു റൗണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് പിണറായി വിജയൻ അന്ന് പോയപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലടാന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇവിടെ വയ്ക്കാം. ഓഖി ദുരന്ത കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി അന്ന് തൃശ്ശൂരിലെ CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് ജില്ലാ സമ്മേളനത്തിനെത്തണം. 14 ജില്ലാ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രി പോയി ഇരുന്നു. എന്തിനാ ഇരുന്നെന്നറിയാമോ? ജില്ലാ സെക്രട്ടറിമാര് തന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരാകണം. അപ്പൊ തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനം നാട്ടിയ നിയോജക മണ്ഡലത്തിലായിരുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് എത്താൻ കഴിയില്ല. എനിക്കൊന്നാണ് അസംബ്ലി ആയിരുന്നു, സംശയമുണ്ട്. ഹെലികോപ്റ്റർ എടുത്തിട്ട് സമ്മേളനത്തിൽ വന്നു. ഫണ്ട് എഴുതിയെടുത്ത് എവിടുന്നാണെന്നറിയാമോ? ഓഖി ദുരന്ത ഫണ്ടാണ് എഴുതിയത്. അപ്പൊ അത് വലിയ വിമർശനം വന്നു. പ്രതിപക്ഷം ഉന്നയിച്ചു, ഓഖി ഫണ്ട് എടുത്തിട്ട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു. അത് പിന്നീട് ഗവൺമെന്റ് അംഗീകരിച്ചു. ഒന്നത് ഇതാണ് വിഷയം. ഇതിനു മുമ്പ് പിണറായി വിജയന്റെ പാർട്ടി ജില്ലാ സമ്മേളനത്തിന് ഈ സാധനം എടുത്ത് പറത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ പൈസ അന്ന് പാർട്ടി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അടച്ചോ അവിടെ ഇതിൻ്റെയൊക്കെ രേഖകൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പാടില്ല. അത്രമാത്രം അടയ്ക്കാൻ മാത്രമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ കൈവശമുണ്ടോ എന്നുള്ളതൊക്കെ അന്നൊരു ചോദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഉണ്ടെങ്കിൽ അതെങ്ങനെ വന്നുന്നുണ്ടെന്ന് ചോദിക്കേണ്ടി വരും. എന്താ ഇത്രയും ദൂരത്തിന് വേണ്ടി എടുത്ത് കൊടുക്കുക? ഇതിപ്പോൾ കോൺഗ്രസ്സുകാർ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ
വെറുതെ കിടന്നൊരു സാധനം എന്താണെങ്കിലും അടുത്ത മാസം വരെ കാശ് കൊടുക്കണം. അപ്പോൾ പിന്നെ പൂക്കി സി എം ഒന്ന് പോയി അമ്മയച്ഛനെ കണ്ടുവരട്ടെ, ഇത് പാർട്ടി സമ്മേളനത്തിന് പോയതല്ലല്ലോ എന്ന മൂഡിലാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാരോട് അയാൾ ചെയ്തു വിചാരിച്ചിട്ട് ഇയാളത് ചെയ്യണമെന്നുണ്ടോ? പിണറായി വിജയൻ അത് ചെയ്തു, അതുകൊണ്ട് വി ഡി സതീശനും ചെയ്യണമെന്നുണ്ടോ? പിന്നെ പിണറായിയും വി ഡി സതീശനും തമ്മിൽ എന്തിനാ മാറ്റം? പിന്നെ എന്തിനാ നാട്ടുകാർ അയാളെ തട്ടി ഇയാളെടുത്തത്? നാട്ടുകാർ ഓട്ടന്മാരാ? അതങ്ങനെ കുറേ ടീമുകൾ, അത് വേറെ സ്കീം. ഇനി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട കുറച്ച് പരിപാടികൾ, ഒന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഹെലികോപ്റ്ററും, പിന്നെ അടുത്തത് ഈ പറഞ്ഞ അത്താഴ വിരുന്ന്, അടുത്തത് ഇനാഗുറേഷൻ, പിന്നെ സൈഡിൽ കൂടി ഒരു തുലാഭാരം. ഇതല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇല്ല. ഓക്കെ, സർക്കാർ ഒരു സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഇന്ന് പല ചാനലിൻ്റെയും ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ച് പോയി. അതൊക്കെ വൈറൽ ബൈറ്റായി. പക്ഷെ പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കെട്ടിച്ചമച്ച സ്ക്രിപ്റ്റുകളായിരുന്നു എന്നുള്ളത് പൊളിഞ്ഞു വീഴുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ദുരന്തം വരുന്ന സമയത്ത് എവിടെയോ ഈ ദുരന്തം ഉപയോഗിച്ച് സർക്കാരിനെതിരെ ഒരു സാധനം തിരിച്ചുവിടാനുള്ള ലൈറ്റ് നടക്കുന്നുണ്ട്, നടത്തിയിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ സമയത്ത് തന്നെ ഇത്രയും ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കണോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഈ ക്യാമ്പുകളിൽ നിങ്ങളെത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഇവിടെ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല, വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത്? ഗുളികയില്ല. ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോനായി ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ഇത് എന്താണ് ഇവർ പറഞ്ഞ ഈ പ്രതിസന്ധി? സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് ഇന്നിപ്പോൾ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയുന്നത്. ഇപ്പോൾ തന്നെ അതുപോലെ BP ക്കുള്ള ഗുളി അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. ഇതുവരെ വന്നിട്ട് കൈവച്ചേക്കോ, കൊടുത്തിട്ടില്ല. ഇവർ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്നാ ഒരു സാധനം ഗുളിയൊന്നും എടുക്കാതെ. പക്ഷേ ഇതൊന്നും ഇവിടെ ക്രമീകരണമില്ല. ക്യാമ്പ് തീർത്തും പരാജയമാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന് ക്യാമ്പ് തീർത്തും പരാജയമാണ് എന്ന് പറഞ്ഞാൽ നല്ലവനായ ഉണ്ണി, ആ പാവം ചേച്ചീനെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത് ഇവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണണം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ മോനെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിരിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. സഖാവ് ബിജിമോൻ ലാസ്റ്റ് വന്ന് ക്യാമ്പ് ദുരന്തമാണെന്ന് പറഞ്ഞാൽ സഖാവ് ബിജിമോൻ പാവ ആ അമ്മേനെ കൊണ്ട് പിണറായി വിജയനായിരുന്നു നല്ലത്, ഈ സർക്കാർ ഒന്നും ചെയ്യണില്ല എന്നും പറയിപ്പിച്ച് ആ പാവത്തിന് ഏറെ കയറ്റി. എന്തിനടാ ഇമാതിരി കുത്തിത്തിരിപ്പ് പരിപാടി ഉണ്ടാക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ അവരാ കഷ്ടപ്പാട് നിൽക്കുമ്പോൾ അവിടെ ചെന്നിട്ട് അത് പാർട്ടിയുടെ ഒരു ലാഭത്തിനും താല്പര്യത്തിനും വേണ്ടിയിട്ട് ഇമാതിരി ഗിമിക്ക് കാണിക്കുന്ന ക്ലാസ് തെണ്ടിത്തരമല്ലേ സഖാവേ? അപ്പം ഇങ്ങനത്തെ കുത്തിത്തിരിപ്പ് പരിപാടികൾ കാണിക്കാതിരിക്കുക. അതിനുവേണ്ടി പാവപ്പെട്ടവരെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഇനി ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. सेवा करो, अपना देश के लिए सेवा करो. हाँ, तुम लोग इधर रहते, इधर रहने वाला है, इधर खाने वाला, इधर पीने वाला है. तुम लोग इसके लिए करना चाहिए जरूर. पैसा का बारे में मत सोचो, खाना का बारे में मत सोचो. अपना देश के लिए, अपना पंचायत के लिए ये देश में रहते, इधर खाते पीते रहते. आप लोग अपना दिल में सोच के करो. നമ്മളിത് ഇറങ്ങിയിട്ട് പോലും ആരും അങ്ങനെ പൂർണ്ണമായി സഹകരിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇത് നീക്കം ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇത് നീക്കം ചെയ്യും, കംപ്ലീറ്റ് നീക്കം ചെയ്യും. എന്തുകൊണ്ടാണ് സഹകരണം പെട്ടെന്ന് കിട്ടാത്തത്? അല്ലല്ല, അത് പിന്നെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർക്കൊക്കെ രാവിലെ തൊഴിലിന് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കും. നമ്മുടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഹരിത കർമ്മസേന വരും, എല്ലാവരും സഹകരിക്കുന്നത്. തഹസിൽദാർ നമ്മോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ്, കൂടുതൽ ആളുകൾ എത്തുമോ ക്ലീൻ ചെയ്യാൻ? കൂടുതൽ ആളുകൾ ഹരിത കർമ്മസേന ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാ ഉപകരണങ്ങളും സഹിതം അവർ 8 മണിയാകുമ്പോൾ ഡ്യൂട്ടി തുടങ്ങും. അതിന് മുന്നോടിയായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് അതിഥി തൊഴിലാളികളെ കിട്ടിയിട്ടുണ്ട്. അവർ സഹായിക്കാമെന്ന് പറയുന്നതുകൊണ്ടാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ ഗ്ലൗസും മാസ്കും വാങ്ങിച്ചിട്ട് അവർ സ്ഥലം വിട്ടു. അതെ, ഗ്ലൗസും മാസ്കും എല്ലാം കൊടുക്കാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മേടിച്ചുകൊണ്ട് അവർ വീട്ടിൽ പോയി. കൂലി ചോദിച്ചു. അവർ അമിതമായി കൂലി ചോദിക്കുകയാണ്. അവരൊക്കെല്ലാം പണിയാൻ വേണ്ടി വന്നിരുന്ന ആൾക്കാരാണ്.
പക്ഷെ അവരെല്ലാം കൂലി ചോദിക്കാനോ പെട്ടെന്ന് കൂലി ചോദിക്കാനോ പെട്ടെന്ന് അങ്ങനെ കൊടുക്കാനോ ഒരു സേവനമായിട്ട് മാത്രമേ നമുക്ക് കണക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്നൊരു മെയിൻ വിഷയം ഞാൻ പറയാം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് DYFIയും SFIയും അടക്കം ഈ പറഞ്ഞ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന പല വിങ്ങുകളും ഇറങ്ങി ഇതേപോലുള്ള ദുര അവസ്ഥയിൽ പാർട്ടി ഏതാണെന്നോ ജാതി മതം ഏതാണെന്നോ ഒന്നും നോക്കാതെ അവരിറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ അറിയോ, ഇവരിറങ്ങുന്നില്ല. ടു ബി ഓണസ്റ്റ് ഞാൻ പറയാം, ഇറങ്ങുന്നുണ്ട്, പക്ഷെ അവരിറങ്ങുന്നത് പാർട്ടിക്കാരുടെ വീടുകളിലേക്കാണ് അധികം. അവർ നൈസായിട്ട് പല സ്ഥലത്തു നിന്നും മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് പറയുമ്പോൾ വന്നിട്ട് ഇന്നത്തെ ഒരിച്ചിട്ട് ഒരു കാര്യമില്ല. ദിസ് ഈസ് എ റിയാലിറ്റി, ഒരു ഫാക്റ്റാണ്. അത് പല സ്ഥലങ്ങളിലും പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസ്സോ ബാക്കി ടീമുകളോ കോൺഗ്രസിൻ്റെ വിങ്ങുകൾ ഇറങ്ങുന്നുണ്ടോ, അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇതേപോലെ അതിഥി തൊഴിലാളികളുടെ അടുത്ത് പോയി ചോദിച്ച് കെഞ്ചേണ്ട ഒരവസ്ഥയാണ്. കാശ് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഒരു നാട്ടിലൊരു ദുരന്തം വരുമ്പോൾ അത് പൊളിറ്റിക്കലി എങ്ങനെ ഗെയിം ആക്കാം എന്നറിയുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മളെ ചുറ്റുപാടും ഉള്ളത്. അവരത് ഗെയിം ആക്കുന്നുമുണ്ട്. ഓക്കെ, ആ ഗെയിമുകൾ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് സാധാരണക്കാർ എന്നുള്ള രീതിയിൽ നമ്മളുടെ പരിപാടിയാണ്. നമ്മളത് തിരിച്ചറിയാൻ വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ അത് ശ്രമിക്കുക. ഓക്കെ, ഈ വേറൊരു ചേട്ടൻ സാറേ ഒരു കാര്യം പറഞ്ഞാൽ LDF UDF BJP ഉണ്ട്. ഇവിടെ BJP ഉണ്ട്. നിരന്തരം ഇവിടെ വെള്ളം കയറുന്നതാ. ഒരു പാർട്ടിക്കാരനും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല. കാര്യം ഞാൻ UDFകാരനൊക്കെയാ. ഇവിടെ നാശനഷ്ടം ഞാൻ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ പ്രളയം വന്നപ്പം ഇവിടെ മൊത്തം നശിച്ച ഈ പാലത്തേല് എല്ലാ മെമ്പർമാരുടെയും ഫലകം വെക്കുന്നതല്ലാതെ ഈ പാലം പൊക്കി പണിയുന്നില്ല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും. മാറി മാറി ഇനി ആര് ഭരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ BJPക്കാർ ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് ചാൻസ് തന്നില്ലല്ലോ, LDFനും UDFനും അല്ലേ കൊടുത്തതെന്ന്. ഈ രാജ്യത്ത് നിങ്ങളുടെ ചാൻസ് ആണല്ലോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ലല്ലോ പ്രളയമുള്ളത്. ഇന്ത്യയുടെ തന്നെ മൊത്തം ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്നൊക്കെ ഇന്ത്യ ഒട്ടാകെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വലിയ അലേർട്ട് സിസ്റ്റം കൊണ്ടുവരണം. സോൺ വൈസ് തിരിച്ചിട്ട് ഏതൊക്കെ രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സിന് ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. പിന്നെ ഈ പറഞ്ഞ പോലെ ലോക്കലി ഇറങ്ങി എല്ലാം പണിയണം, എല്ലാം റെഡിയാക്കണം. ഒരു കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ സീൻ തുടങ്ങുന്നത് ഈ മഴക്കാലത്താണ് അല്ലേ. മഴക്കാലം എത്തുന്നതിന് മുമ്പ് തോടുകളും പാലങ്ങളും എല്ലാം റിപ്പയർ ചെയ്യണം, എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാം അങ്ങനെ ചെയ്താലേ ഇപ്പോൾ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി, ക്ലൗഡ് ബോസ്റ്റ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ ചെറുത്ത് നിൽക്കാനും റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റും. അതിനാദ്യം സിസ്റ്റം കറക്റ്റായിട്ട് ആക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കേണ്ടത് ചെയ്ത് വെച്ചേ പറ്റൂ. പ്രിപ്പയർ ആവുക എന്നുള്ളത് മെയിനൊരു കാര്യമാണ്. പിന്നെ അലേർട്ട് ആവുക, പിന്നെ അവെയർ ആവുക, പിന്നെ സർവൈവ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അത് നടക്കുന്നില്ല. ഇവിടെ എല്ലാം രാഷ്ട്രീയമാണ്, തമ്മിലടിയാണ്, വിഷയങ്ങളാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളപ്പോൾ വളരെ പാടാണ് അല്ലേ, വളരെ പാടാണ്. ഇനി വേണ്ട, കോൺഗ്രസിൻ്റെ കുറേ ക്യാപ്സ്യൂളുകളുണ്ട്, വേണമെങ്കിൽ വയ്ക്കാം. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സ്മൃതി പരുത്തിക്കാടിൻ്റെയും 2 ക്യാപ്സ്യൂൾ വെച്ചുതരാം. VD സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു അത്രേ. VD സതീശൻ യാത്ര ചെയ്തത് അദ്ദേഹം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലാണോ? അല്ല. ശ്രീ വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2020 മുതൽ 2026 വരെ 48 കോടി രൂപ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഈ വർഷം ആ ഹെലികോപ്റ്റർ പറന്നാലും പറന്നില്ലെങ്കിലും നമ്മൾ 8 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ കൊടുത്തേ പറ്റൂ. ഒന്ന് ആലോചിക്കണം, 40-50 കോടി രൂപയ്ക്ക് പുതിയ ഹെലികോപ്റ്റർ കിട്ടുമ്പോഴാണ് 6 വർഷത്തേക്കിന് 48 കോടി രൂപ വാടകയ്ക്കെടുത്തിട്ട് വിജയൻ ഈ ദൂർത്ത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ കരാറിന്റെ പ്രത്യേകത, പറന്നാലും പറന്നില്ലെങ്കിലും ഒരു മാസം ഏതാണ്ട് 1 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരും. പിന്നീട് അധികമായി പറക്കുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ കൊടുക്കുകയും വേണം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ പൈസ പോകുന്ന പ്രത്യേക വ്യവസ്ഥിതി നമ്മുടെ വിജയൻ സർ ഉറപ്പുവരുത്തിയിട്ടാണ് പോയത്. പിന്നെ മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്തതിൽ എന്താണ് തെറ്റത്? ഇനി അങ്ങനെ തെറ്റുണ്ട് എങ്കിൽ ശ്രീ വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പോകുവാൻ വേണ്ടി മുൻപ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിവാദത്തിലായത് നിങ്ങൾ ഓർമ്മയുണ്ടോ? അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തത് കൊണ്ടായതുകൊണ്ട് അതിന്റെ വാടക തുക മുഴുവൻ CPM എന്ന് പറയുന്ന പാർട്ടി സർക്കാരിലേക്ക് അടയ്ക്കുമെന്നാണ്. ആ സർക്കാരിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഹെലികോപ്റ്റർ വാടക അടച്ചതിന്റെ ആ രസീത് ചീട്ട് ഒന്ന് കാണിക്കാൻ കഴിയുമോ സഖാക്കളെ? അപ്പോൾ പറന്നാലും പറന്നില്ലെങ്കിലും 48 കോടി രൂപ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ എടുത്ത ശ്രീ വിജയനാണോ കുറ്റക്കാരൻ?
പറന്നാലും പറന്നില്ലേലും വാടക കൊടുക്കേണ്ടുന്ന ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്ത ശ്രീ വി ഡി സതീശനാണോ കുറ്റക്കാരൻ? നിങ്ങൾ വിലയിരുത്തുക. ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചു പോലും ഇല്ലാണ്. ഭക്ഷണമല്ല പ്രശ്നം, അതാണ് പ്രശ്നം. ഭക്ഷണമല്ല പ്രശ്നം. മനുഷ്യര് മണ്ണിനടി കിടക്കുമ്പോഴാണ് നിങ്ങൾ സ്മൃതി നിസ്സാരവൽക്കരിച്ചല്ലോ. നമ്മൾ ഒരു ഘടകകക്ഷി നേതാവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സദ്യയൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും, ആളുകൾ ഇന്ന് ഫോട്ടോ എടുക്കും. സർ, ആ സമയത്ത് കേരളം എന്താ ചർച്ച ചെയ്യുന്നറിയാമോ? കേരളം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നറിയാമോ? കോലാഹലമേട്ടിൽ ഒരു അമ്മയുടെ ശരീരം തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ ആറന്മുളയിലും പാലായിലും അടക്കം അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ MLA-മാര് റവന്യൂ പരിപാടിയാണ് റെഡ് ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ് കഴിച്ചു പോലും ഇല്ല. ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോടാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ക്യാപ്സ്യൂൾ പോലെ തന്നെ ക്യാപ്സ്യൂളുകളും കൊണ്ട് ഇറങ്ങരുത്. ഓക്കെ, ജനങ്ങൾ പൊട്ടന്മാരല്ല. വി ഡി സതീശൻ അവിടെ ആ ഹെലികോപ്റ്റർ വെറുതെ അടക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഭാര്യ പിതാവിനെ കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു കണക്കുമില്ല. കാരണം എന്താ, അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തൊരു വ്യക്തിയാണ്. ഓക്കെ, അതൊരു സ്കാമാന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ അതെടുത്തിട്ട് ഉപയോഗിച്ചിട്ട്, അതിപ്പോൾ ദുരന്തം നടക്കുകയാണെങ്കിൽ ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റിന് റെസ്ക്യൂവിന് വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് അതിനും ഒരു പരിധി വരെ ന്യായീകരിച്ച് ഉപയോഗിക്കാം. അല്ലാതെ ഭാര്യയുടെ അച്ഛനെ കാണാൻ പോണത് ഒരു കാരണവശാലും ന്യായീകരിക്കില്ലേ. പിണറായി വിജയൻ ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെയ്തോളാം. ആ ലൈൻ വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ പിണറായി പിന്നെ എന്തിനാ പിണറായിനെ നാട്ടുകാർ പിടിച്ച് മാറ്റി ജൂനിയർ പിണറായിനെ കൊടുത്തിരുത്താണ്? അങ്ങനെ ചോദ്യം വരില്ലേ? പിന്നെ സ്മൃതി പരുത്തിക്കാട്, വാട്ട് ഈസ് ദിസ്? കുറച്ചേ കഴിച്ചുള്ളൂ. എടി കഴിച്ചോട്ടെ, നല്ലോണം കഴിച്ചോട്ടെ. CM അല്ലേ, ആരോഗ്യവാനായിട്ടിരിക്കണം, ഒരു വിഷയമുള്ള കേസല്ല, കഴുകിട്ട്. പക്ഷേ ഈ രീതിയിലുള്ള മണ്ടൻ PR പരിപാടികൾ എല്ലായിടത്തും വീഡിയോ ആക്കി നാട്ടുകാർ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഈ മുഖ്യമന്ത്രി പൂക്കിയാണ്, ഈ മുഖ്യമന്ത്രി ഭയങ്കര ജെൻസിയുടെ ഒപ്പമാണ്, ഈ മുഖ്യമന്ത്രി ട്രെൻഡിൻ്റെ ഒപ്പമാണ്, ഇതിങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി കൂടുതലായതിൻ്റെ ഓവർ ഡോസാണ് ആ അത്താഴം ഇപ്പോൾ ഇത്രയും കോൺട്രവേഴ്സി ആയത്. അല്ലാതെ ഇവിടെ ആരും പറയുന്നില്ല മുഖ്യമന്ത്രി പട്ടിണി നടന്ന് വന്ന് നാടിനെ കാക്കണമെന്നോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നിൽക്കണമെന്നോ ഒരാളും പറയുന്നില്ല. ആരും അങ്ങനെ താല്പര്യപ്പെടുന്നുമില്ല. ഓക്കെ, പക്ഷേ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് വരെ ഇപ്പോൾ എങ്ങനെയാണോ പിണറായി വിജയൻ ഒരിടയ്ക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്യാതെ ഉത്തരം കൊടുക്കാതെ പോയത്, അതുപോലെ ഇന്ന് കേരളത്തിൻ്റെ CM വി ഡി സതീശന് 1-2 വട്ടം മുങ്ങുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതൊക്കെ പാടെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ തുലാഭാരവും പ്രശ്നമാണ്, ഹെലികോപ്റ്ററും പ്രശ്നമാണ്, അത്താഴവും പ്രശ്നമൊക്കെ ആയിട്ട് മാറുകയാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള പരിപാടികൾ ഒരു നാട് ഒരു ദുരവസ്ഥ നേരിടുമ്പോൾ, നാട്ടിൽ മരണം സംഭവിച്ചൊരവസ്ഥയിൽ 8-9 പേര് മരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലല്ല പോയി ഇനാഗുറേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ തീർക്കേണ്ടത്. നാടിന് ആവശ്യമുള്ളത് കൊണ്ടാണ് നാട്ടിൽ നിങ്ങൾ ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കി വിട്ടത്. ആ നാട്ടുകാരോട് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി വേണം. ആ റെസ്പോൺസിബിലിറ്റി കാണിക്കാത്ത ഒരു കൂട്ടം ആളുകളെയാണ് ചവിട്ടിക്കൂട്ടി സൈഡാക്കിയിട്ട് നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി കാണിക്കുമെന്നുള്ളത് കൊണ്ട് വിശ്വാസത്തിലാണ് നാട്ടുകാർ നിങ്ങളെ വോട്ട് ചെയ്ത് ഇലക്ഷനിൽ ജയിപ്പിച്ച് കയറ്റി വിട്ടിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയത് കാണിക്കാനല്ല. ഓക്കെ, ഇനി നമ്മളെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏറ്റവും വലിയൊരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അലേർട്ട് കൊടുക്കാൻ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര വഴുകലാണ്, കൃത്യമായ അലേർട്ടുകൾ ചെല്ലുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം അലേർട്ട് ആവുക. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ കാണിച്ചൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുക. മഴക്കാലം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സിറ്റുവേഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളത് നമുക്കറിയാമല്ലോ, അതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കുക. വർഷം 2018 സംസ്ഥാനം അഭിമുഖീകരിച്ചത് മഹാപ്രളയത്തെ. അന്നത് മനുഷ്യനിർമ്മിതമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഡാമുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് വരെ വിവാദങ്ങളുണ്ടായി. പഴയ സർക്കാർ പുതിയ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നതും ഇതേ ആരോപണമാണ്. സർക്കാരിനോ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നാണ് ചോദ്യം. ഓഗസ്റ്റ് 1 നേരം ഇരുട്ടി വെളുത്തപ്പോൾ നാട് മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ചു. തലേ ദിവസം പല ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പിറ്റേ ദിവസത്തെ അതിതീവ്ര മഴ ദുരന്ത നിവാരണ അതോറിറ്റി പോലും പ്രതീക്ഷിച്ചില്ലെന്നതാണ് വാസ്തവം. ദുരന്തബാധിത പ്രദേശങ്ങളായി മാറിയ പത്തനംതിട്ടയും കോട്ടയവും അടക്കമുള്ള ജില്ലകളിൽ നൽകിയിരുന്നത് ഇടത്തരം മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് മാത്രം.
റഡാർ, സാറ്റലൈറ്റ് പരിശോധന വഴി ഓഗസ്റ്റ് 1 പുലർച്ചെ 1:45 ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 മണിക്കൂർ നേരം മാത്രം നിലനിൽക്കുന്നതാണ് ഈ മുന്നറിയിപ്പ്. ആ സമയത്തും അതിതീവ്ര മഴ പ്രവചിച്ചില്ല. അപ്പോഴേക്കും പത്തനംതിട്ട, റാന്നി, ആറന്മുള, കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രളയസമാനമായി അതിതീവ്ര മഴ പെയ്തു. മണ്ണിടിച്ചിലുണ്ടായി, ഉരുൾപൊട്ടി, വീടുകളിൽ വെള്ളം കയറി, പല വീടുകളും പൂർണ്ണമായും തകർന്നു. പിന്നീട് ഓഗസ്റ്റ് 1 രാവിലെ 7 മണിക്കാണ് 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോഴേക്കും ഒരു വിഭാഗം മനുഷ്യർ ജീവൻ രക്ഷയ്ക്കായി പരക്കം പായൽ ആരംഭിച്ചിരുന്നു. പലയിടത്തും പെയ്തത് 30 സെന്റിമീറ്റർ വരെ മഴയാണ്. 24 മണിക്കൂറിൽ പത്തനംതിട്ട, വടശ്ശേരിക്കര രേഖപ്പെടുത്തിയത് 361 മില്ലിമീറ്റർ മഴ. കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഒരു ദിവസം കൊണ്ട് ഈ കാലവർഷക്കാലത്തില്ലാത്ത മഴ പെയ്തു. പ്രളയമുണ്ടായ ദിവസം പുലർച്ചെ 3 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന ഓറഞ്ച് അലർട്ട് നൽകിയത് പലരും അറിഞ്ഞില്ലെന്നതും വാസ്തവമാണ്. തലേ ദിവസമുണ്ടായിരുന്ന ഓറഞ്ച് അലർട്ട് അന്ന് വൈകുന്നേരം വരെ സംസ്ഥാനത്തെ കാര്യമായി ബാധിച്ചില്ലതാനും. മുന്നറിയിപ്പിൽ വന്ന കാലതാമസം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിലും തടസ്സമുണ്ടാക്കി. ജില്ലാ ഭരണകൂടത്തിനും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് അതിതീവ്രമായ സാഹചര്യം തീരദേശത്തുണ്ടെന്ന് മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട്. വിവിധ തീരപ്രദേശങ്ങളിലായി 10ലധികം വള്ളങ്ങളാണ് ശക്തമായ കാറ്റിലും ഉയർന്ന തിരമാലയിലും മറിഞ്ഞത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ 3 പേർ വള്ളം മറിഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. ഈ കാറ്റിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് നോക്കാൻ എല്ലാവരും മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാറ്റ് മൊബൈലിൽ കൂടെ നോക്കാൻ എല്ലാവരും അറിയത്തില്ല. എല്ലാരും അറിഞ്ഞാൽ പിന്നെ എല്ലാവരും പോകരുത് എന്നുള്ളൊരു അറിയിപ്പ് അറിയിച്ചില്ലായിരുന്നു അവര്. രക്ഷാപ്രവർത്തനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദുരന്തം ഒഴിവാക്കാനുള്ള മുന്നറിയിപ്പുകളും മുന്നൊരുക്കങ്ങളും. അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. മുന്നറിയിപ്പുകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തേണ്ടതും അത് പ്രയോജനപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. 2018 പ്രളയം അതൊരു പരിധി വരെ ഇവിടെ പല സ്റ്റഡീസും പറയുന്നത് അത് സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് അന്ന് സംഭവിച്ചിട്ടുള്ള ഡാമുകൾ തുറന്നു വിട്ടത് കൊണ്ടൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഓഗസ്റ്റ് 1 വരുമ്പോൾ 2026 ഓഗസ്റ്റ് 1 വന്നപ്പോൾ നമ്മൾ കണ്ടത് ഒരു മാസം പെയ്യേണ്ട മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് നിന്ന് പെയ്തത്. ചിലപ്പോൾ ഇനിയും ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നിന്ന് പെയ്യാം. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ ഒരു വിഷയങ്ങളോ നമുക്കുണ്ട്. അത് നമ്മൾ ഇനിയെങ്കിലും ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മളെ ഈ വിഷയങ്ങൾ അലേർട്ടാക്കുക, ഇതിന് നമ്മളെ സജ്ജമാക്കുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് കമാൻഡ് പറയാൻ ഉണ്ടാതെ ഒന്നും ഉണ്ടായിരിക്കും. ഞാനൊരു വീഡിയോ എടുത്തോട്ടെ. Sorry, I'm unable to process your command. ഇതങ്ങനത്തെ ഒരു വിഷയം ഒന്നും ഉണ്ടായില്ല. വണ്ടിയിൽ വെറുതെ കമാൻഡ് ഓണായി. ഇലക്ട്രിക് കാർ എടുത്തതിന് ശേഷം പിന്നെ ഇതാണ് അവസ്ഥ. ഓക്കെ, അത് വിട്. അപ്പം അലേർട്ടുകൾ കൃത്യമായിട്ട് കിട്ടുന്ന സജ്ജീകരണങ്ങൾ രാജ്യമൊട്ടാകെ വേണം. ഈ രാജ്യത്തിൻ്റെ കാര്യം വിട്, നമുക്ക് കേരളത്തിലെങ്കിലും ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കി തരണം. അതൊരു റിക്വസ്റ്റാണ്. കാരണം നമ്മുടെ സേഫ്റ്റിക്ക്, നമ്മുടെ എന്താ പറയുക കാര്യങ്ങൾക്ക് മുൻഗണന തരുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്ക് ആവശ്യം, അല്ലേ? അങ്ങനത്തെ സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ മാറി മാറി വരുന്ന സാധനമായതുകൊണ്ട് പലരും വരും പലരും പോവും. ഇവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, വെതർ ഡിപ്പാർട്ട്മെൻറ്റിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, നിങ്ങളുടെ ആക്യുറസി നിങ്ങളൊന്ന് കാണിച്ചു തരണം പ്ലീസ്. കാരണം നിങ്ങൾക്കൊരു പക്ഷേ ഇത് കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്നുണ്ടാവും. അത് ഞങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സിസ്റ്റത്തിനോട് ചോദ്യം ചെയ്ത് നിങ്ങളുടെ സിസ്റ്റം നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ അലേർട്ട് സിസ്റ്റങ്ങൾ വളരെ കൃത്യമായിട്ട് പോകണം. ഇന്നാണ് നമുക്ക് പലർക്കും മറ്റേ അലാറം അടിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവും എന്നുള്ളതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പെങ്കിലും ആൾക്കാർ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു അലാറം ഫോണിൽ അടിച്ചാൽ മതി. പക്ഷെ അതൊന്നും ഇവിടെ നടന്നില്ല. ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അതീവ ജാഗ്രതയായിരുന്നു. ഇതൊന്നും നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. എന്തിന് കടലിൻ്റെ മക്കൾ പോലും ഇത് കൃത്യമായി ഇൻഫോംഡ് അല്ല. ആ പാവങ്ങൾ അവരവരുടെ ഉപജീവനത്തിന് വേണ്ടി കടലിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഏത് ദിവസവും ഏത് തിരമാല ഏത് കാറ്റത്തും ഏത് മഴയത്തും പോകുന്നവരാ. ബട്ട് സ്റ്റിൽ അവരുടെ ആ ജീവൻ്റെ ഒരു കൺസേൺ ഉണ്ടല്ലോ, ഇല്ലേ സർക്കാരിന്? അത് വേണ്ടേ? അവരെയൊക്കെ ഒന്ന് അറിയിക്കണം, എല്ലാവരെയും ഒന്ന് അറിയിക്കുക, ഒരു അലേർട്ട് കൊടുക്കുക എന്നുള്ളതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിസ്റ്റം കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് മോണിറ്റർ ചെയ്യണം. പിന്നെ സ്വയം അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളത് ഇനി പറയാനുള്ളൂ. കാരണം ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു റിയാലിറ്റി. സ്വയം അലേർട്ടായിട്ടിരിക്കുക. മഴക്കാലമാണെന്നും നമ്മൾ വെള്ളം കയറുന്ന ഏരിയയിലാണെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ നമുക്കതൊന്ന് നമ്മളെ സ്വയം രക്ഷിക്കുക എന്നുള്ളത്. കയറുന്ന ഒരു ഏരിയയിലാണെങ്കിൽ വെള്ളം വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇത് എത്ര കയറുന്നൊക്കെ നമ്മൾ തന്നെ സ്വയം ഒന്ന് അലേർട്ടായിട്ടിരിക്കുക.
അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇവർക്കൊക്കെ പലർക്കും ഇത് പൊളിറ്റിക്സാണ്, ഇവരുടെ ബിസിനസ്സാണ്, വോട്ടാണ്. എൻഡ് ഓഫ് ദ ഡേ ഇത് അതുമ്പോൾ തീർന്നു. മരിച്ച നഷ്ടപരിഹാരം കൊടുത്താൽ പോലും എന്നുള്ള മൂഡിലാണ് ഇവിടെയൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.